വികസനം ഫെബ്രുവരി 28-ന് മുമ്പ് പൂർത്തിയാക്കണം എന്നതാണ് പറയുന്നത്. നമുക്ക് കിട്ടിയ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് വികസന സെമിനാർ നടത്തേണ്ട ദിവസം ഇന്ന് തന്നെയാണ് 24 ആണ് സംസ്ഥാനത്ത് കിട്ടിയ ഷെഡ്യൂൾ അനുസരിച്ച്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ പദ്ധതി രൂപീകരണവും ആ പറഞ്ഞ സമയത്ത് തീർക്കാൻ നമുക്ക് കഴിയും. അപ്പൊ വികസന സെമിനാറിൽ നമ്മളൊരു വികസന രേഖ നമ്മൾ ഇതിനകത്ത് തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രൂപ്പുകളിൽ അതിന്റെ കോപ്പി കൊടുക്കും. അപ്പൊ അതിന്റെ അവതരണം വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിനൊക്കെ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ പദ്ധതി നടത്തിപ്പ് വിശകലനം ചെയ്തുകൊണ്ടും അവലോകനം ചെയ്തുകൊണ്ടും നമ്മുടെ ഈ 5ാമത്തെ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ നേട്ടകോട്ടങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി രൂപീകരണമാണ് 15-16 നടത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു രൂപം നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ അവതരിപ്പിക്കുകയും വർക്കിംഗ് ഗ്രൂപ്പും ഗ്രാമസഭയും അത് ചർച്ച ചെയ്ത് വികസന രേഖയുടെ ഒരു കരട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വികസന രേഖക്കനുസൃതമായിട്ടും അതോടൊപ്പം തന്നെ പദ്ധതിയുടെ ഒരു കരട് രൂപം നമ്മൾ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചും നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയുടെ കരട് രൂപം വളരെ കൃത്യമായിട്ടുള്ള കരട് രൂപം മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നമുക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ഊന്നൽ കൊടുത്തുള്ള നമ്മുടെ കുടിവെള്ളം, ഭവന നിർമ്മാണം, അതുപോലെ ഗതാഗത സൗകര്യം, വൈദ്യുതീകരണം തൊട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അത് അതിനകത്ത് നമ്മൾ ഈ വാർഷിക പദ്ധതിയിൽ 15-16 കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വികസന തന്ത്രം, നമ്മൾ തയ്യാറാക്കിയ വികസന രേഖയ്ക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികളുടെ പൂർത്തീകരണമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിലെ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നമ്മുടെ ഒരു വികസന തന്ത്രത്തിനനുസരിച്ച് നിലവിലുള്ള ഭരണസമിതി തയ്യാറാക്കിയിട്ടുള്ള വികസന രേഖയ്ക്കനുസൃതമായിട്ടുള്ള പദ്ധതി രൂപീകരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വികസനം നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കുടിവെള്ളം, ഭവന നിർമ്മാണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷം കൂടി ആകുമ്പോഴത്തേക്ക് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി നിർദ്ദേശങ്ങളുടെ കാര്യമായ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം നമ്മുടെ ഓരോ വിഷയത്തിലും നമ്മളിപ്പം നമ്മുടെ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത പോലെ 12 ഗ്രൂപ്പുകളായിട്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.